Hi everyone, welcome back to my classroom. Today we are going to solve a problem. Make out balance sheet from ratios. ഇവിടെ നമുക്ക് കുറേ റേഷ്യോസ് തരും, അതുപോലെ അഡീഷണൽ ഇൻഫർമേഷനും തരും. ഈ റേഷ്യോയും അഡീഷണൽ ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് മാത്രമാണ്. അപ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട, ഏത് മാത്രം മതി, ബാലൻസ് ഷീറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. കെയർഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുക, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ: സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 6 times, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 2 times, ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ 4 times, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20%, ഡെറ്റേഴ്സ് വെലോസിറ്റി 2 months, creditors velocity 73 days, gross profit 60,000, reserves and surplus rupees 20,000, closing stock was 5,000 in excess of opening stock. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുമ്പോൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ആദ്യം വേണം. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എമൗണ്ടുകൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യന് സെയിൽസിൻ്റെ എമൗണ്ട് ആയിരിക്കും തരാം. ഇവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടില്ല, പക്ഷേ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. റിസർവ്സ് സർപ്ലസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5000 രൂപ കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 60,000 കിട്ടിയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 20% തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? GP ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം, പെർസെൻറ്റേജ് 20% ആണെന്നറിയാം. ഇതിൽ നിന്ന് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള സെയിൽസ് കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ സെയിൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും അറിയാം, സെയിൽസും അറിയാം. അപ്പോൾ നമുക്ക് CGS കണ്ടുപിടിക്കാം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഒന്ന് ആവറേജ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ 1 by 1 ആയിട്ട് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് ചെയ്തത് ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ സൊല്യൂഷനിൽ നമുക്ക് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡയറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കുറേ വർക്കിംഗ് നോട്ടിലൂടെ നമുക്ക് ഓരോ ഐറ്റംസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട്സിൽ ആദ്യം നമുക്ക് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സെയിൽസ് GP റേഷ്യോയിൽ നിന്ന് തുടങ്ങാമെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞു. ഓക്കെ, സോ കാൽക്കുലേഷൻ ഓഫ് സെയിൽസ് GP ratio 20%. Equation is GP divided by sales into 100. GP എന്ന് പറയുന്നത് 60,000 ആണ്. 60,000 ഡിവൈഡഡ് ബൈ സെയിൽസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. ഇനി ഈ 20% എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ? അപ്പോൾ അതിൽ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെങ്ങനെ എഴുതാം? 0 മാറ്റാം. 0 കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 0 കട്ട് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് 0 നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പോയിൻ്റ് വിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ 0.2 എന്നാണ് കിട്ടുക. 20 ഡിവൈഡ് ബൈ 100 ചെയ്ത് നോക്കൂ, 0.2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പെർസെൻറ്റേജ് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് GP ഡിവൈഡ് ബൈ സെയിൽസ് 60,000 ഡിവൈഡ് ബൈ സെയിൽസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. പെർസെൻറ്റേജിൻ്റെ ഫോമിലെല്ലാം നമ്മൾ എഴുതുന്നത് 0.2. ദെൻ ഇതിൽ ഒരൊറ്റ ഫിഗർ, ഈ സെയിൽസ് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. അപ്പോൾ സെയിൽസ് എടുത്ത് പുറത്തേക്ക് ഇടുന്നു. സെയിൽസ് ഈസ് ഈക്വൽ ടു 60%. 0.2 എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 3 lakh ആണ് വരിക. ഡിവൈഡ് ബൈ 2 അല്ല, 0.2. ഓക്കെ, പോയിൻ്റ് മറക്കണ്ട, 0.2 ആണ്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സെയിൽസ് ഈസ് ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 0.2. പോയിൻറ്റിൻ്റെ കാര്യം മറക്കണ്ട, 0.2 എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പോയിൻ്റ് ഉണ്ട് അവിടെ, 0.2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 lakh കിട്ടും. അപ്പോൾ ഇത് ഏതാണ് കിട്ടിയത്? സെയിൽസ് നമുക്ക് കിട്ടി, ഒരെണ്ണം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി CGS കണ്ടുപിടിക്കാമല്ലോ. CGS എന്ന് പറഞ്ഞാൽ സെയിൽസ് GP ലെസ് ചെയ്താൽ പോരെ, ഗ്രോസ് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ പോരെ.
3 lakh എന്ന് ഗ്രോസ് പ്രോഫിറ്റ് 60,000 ലെസ് ചെയ്താൽ നമുക്ക് CGS 2,40,000 കിട്ടും. ഓക്കെ അല്ലേ? ഇനി സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോനകത്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. അത് 6 times എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 6 is equal to CGS 2,40,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ഇവിടെ ഏതാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്? ആവറേജ് സ്റ്റോക്ക് മാത്രമാണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് പുറത്തേക്ക് എടുത്തെഴുതി 2,40,000. ഈ 6 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. ഈക്വൽ സൈൻ്റെ അപ്പുറത്തല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ 2,40,000 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 40,000 നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ആവറേജ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 രൂപ കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനൊരു ഹിൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇത് ഓപ്പണിംഗ് സ്റ്റോക്കിന് ഷോർട്ടായിട്ട് എഴുതിയത് കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എമൗണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇനി ഇത് നമ്മളെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്മൾ എഴുതി. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് നേരത്തെ പറഞ്ഞു. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണ് എന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ക്ലോസിംഗ് സ്റ്റോക്കിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 ഈക്വൽ അല്ലേ? കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണ്. അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 എന്ന് എഴുതാം. ഇത് ശരിക്കുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇത് ക്ലോസിംഗ് സ്റ്റോക്കിന് പകരം നമ്മൾ എഴുതുന്നത്. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 2. അതായത് ആവറേജ് സ്റ്റോക്ക് നമുക്കറിയാം 40,000 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നു അല്ലേ? 1, 2 2 ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നു. സോ 2 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 5,000 രൂപയില്ലേ? അപ്പോൾ 2 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 ഡിവൈഡഡ് ബൈ 2. ഇതിനെങ്ങനെ കിട്ടും? ഓക്കെ, 40,000 ആവറേജ് സ്റ്റോക്കാണ്, 2 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പ്ലസ് 5,000 ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 ഇതവിടെ നിർത്തി നമുക്ക് എന്ത് ചെയ്യാം? ഈ എമൗണ്ടിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 40,000 ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള 2 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാവും. ഡിവൈഡ് ചെയ്യാനുള്ളത് ഇൻറ്റു ചെയ്യാനാവും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യുന്നത്? 2 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 2 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 ഇസ് ഈക്വൽ ടു 40,000. ഈ 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റു 2 വരും. ദാറ്റ് മീൻസ് 80,000 കിട്ടണം. 40,000 ഇൻറ്റു 2 മീൻസ് 80,000. 2 ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 ഇസ് ഈക്വൽ ടു 80,000 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 5,000നെ നെക്സ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. 2 ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 80,000 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ പ്ലസ് 5,000 ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. പ്ലസ് 5,000 മൈനസ് 5,000 ആവും. അപ്പോൾ 2 ഓപ്പൺ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 80,000 മൈനസ് 5,000 ദറ്റ് ഈസ് ഈക്വൽ ടു 75,000. ക്ലിയർ ആയോ? ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഒരു 2 ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 2നെ ഇവിടെ ഇൻറ്റു ചെയ്യാനുള്ള 2 ആണ്. അത് നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണ്ടേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 75,000 ഓൾറെഡി ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 എന്നാവും. ഈ 2നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു ചെയ്യാനുള്ള 2 ആണത് അല്ലേ? അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. 75,000 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ പകുതി അല്ലേ വരിക? 75,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 37,500. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടി അല്ലേ? ഇനി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 5,000 നമുക്ക് ഹിൻഡിൽ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 37,500 പ്ലസ് 5,000 ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ 5,000 രൂപ കൂട്ടിയപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 42,500 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ ഏത് ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ CGS ഡിവൈഡഡ് ബൈ അത് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു CGS ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ.
CGS 2,40,000 ആണ്. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ നമുക്കറിയില്ല. ടേൺ ഓവർ റേഷ്യോ 2 ആണ്. അപ്പോൾ 2 is equal to 2,40,000 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിന് എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. ക്യാപിറ്റൽ is equal to 2,40,000 ഇൻറ്റു ചെയ്യാനുള്ള 2 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. ദാറ്റ് ഈസ് 1,20,000 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചു? ക്യാപിറ്റലും നമുക്ക് കിട്ടി 1,20,000. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നോട്ട്ബുക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ എഴുതി വയ്ക്കുക. ലാസ്റ്റ് അതെല്ലാം കൂടെ ഒരു ബോക്സിൽ ഇട്ടാൽ മതി. ഓരോ ഐറ്റം കിട്ടുമ്പോൾ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് എല്ലാം കൂടെ കാണുമ്പോൾ മിക്സായിട്ട് എവിടെയാണ് എന്താ കിട്ടിയെന്നുള്ളത് അറിയാത്ത ഫോമുലാവും. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതി, നോട്ട്ബുക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതാം. ഇനി കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ് റേഷ്യോയിൽ നിന്ന് നമുക്ക് ഫിക്സഡ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് 4 ആണ് തന്നിട്ടുള്ളത്. ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് ആണ്. ഇപ്പോൾ സെയിൽസ് 3 lakh ആണ് നമുക്കറിയാം, ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ്. അപ്പോൾ 4 is equal to 3 lakh ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇട്ടു. ഫിക്സഡ് അസറ്റ് is equal to 3 lakh. 4നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ 4 ആയി. ദാറ്റ് മീൻസ് 75,000. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് കിട്ടി 75,000. 3 lakh ആണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് 4നെ കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഫിക്സഡ് അസറ്റും കിട്ടി. ഇനി ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഡെറ്റേഴ്സ് വെലോസിറ്റി, ക്രെഡിറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. വെലോസിറ്റി മന്ത്സിലാണോ ഡേയ്സിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുള്ളത് 12 months എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇതിവിടെ ഇല്ല കേട്ടോ. 12 months ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ മന്ത്സിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. എന്താണ് ഡെറ്റേഴ്സ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? 12 months ഡിവൈഡഡ് ബൈ DTR അല്ലേ? 12 months ഡിവൈഡഡ് ബൈ DTR അതാണ് ഇക്വേഷൻ. അപ്പോൾ 12 months ഡിവൈഡഡ് ബൈ DTR. ഡെറ്റേഴ്സ് വെലോസിറ്റി നമുക്ക് 12 months അല്ല കേട്ടോ തന്നിട്ടുള്ളത്. ഡെറ്റേഴ്സ് വെലോസിറ്റിയുടെ ഇക്വേഷൻ 12 months ഡിവൈഡ് ബൈ DTR. ഡെറ്റേഴ്സ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുള്ളത് 2 months ആണ്. 12 months അല്ല, 2 months ആണ് തന്നിട്ടുള്ളത്. 2 മാസമാണ്. 2 മാസം കൂടുമ്പോഴാണ് ഡെറ്റേഴ്സിനെ കൺവേർട്ട് ചെയ്ത് ക്യാഷാക്കി മാറ്റുന്നത്. അപ്പോൾ ഇക്വേഷനാണ് 12 ഡിവൈഡ് ബൈ DTR. ഓക്കെ, അപ്പോൾ 2 is equal to 12 by DTR. അപ്പോൾ DTRനെ പുറത്തേക്ക് ഇടുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 2. ഈ 2 ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ ഈ 2നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നാവും. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 6 times വരും. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് വെലോസിറ്റി 2 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 12 ഡിവൈഡഡ് ബൈ DTR ആണ് വരിക. അപ്പോൾ DTR എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 times. ക്ലിയർ ആയോ? ഇനി DTR is equal to ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് റെസീവബിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് റേഷ്യോ തന്നിട്ട് അതിന്ന് ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും ചെയ്യുന്ന സമയത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഓരോ ഫിഗേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് പറ്റുന്ന പോലെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് BR എന്നൊക്കെ പറയുമ്പോൾ BR നമുക്ക് തന്നിട്ടില്ല, അതിനെക്കുറിച്ചൊരു ഹിൻറ്റും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇതിൽ അസ്യൂം ചെയ്യേണ്ടി വരും. എന്ത്? ഇവിടെ ഡെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം വിചാരിക്കാം. എന്തില്ല? BR ഇല്ല, ബിൽസ് റെസീവബിൾ ഇല്ല ഈ ക്വസ്റ്റ്യനിലെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഡെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും നമുക്ക് ഓപ്പണിംഗ് ഡെറ്റേഴ്സും ക്ലോസിംഗ് ഡെറ്റേഴ്സും വേണ്ടേ? പക്ഷേ ഇവിടെ ഓപ്പണിംഗ് ഡെറ്റേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ആവറേജ് ഡെറ്റേഴ്സ് നമ്മൾ കാണുമ്പോൾ ചെയ്യാറുണ്ട്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തരാറില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ക്ലോസിംഗ് ഡെറ്റേഴ്സ് എടുത്തിട്ടാണ് ചെയ്യാറ് അല്ലേ? അതേപോലെ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഒന്ന്, സെയിൽസ് നമുക്ക് 3 lakh സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടി. പക്ഷെ അത് ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ നമുക്കറിയില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അത് ക്രെഡിറ്റ് സെയിലായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരു അസംഷൻ എന്താണ്? ഇയർ സെയിൽസ് അസ്യൂംഡ് ആസ് ക്രെഡിറ്റ് സെയിൽസ്. തന്ന സെയിൽസ്, കിട്ടിയ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അടുത്ത അസംഷൻ ദർ ഈസ് നോ ഓപ്പണിംഗ് ഡെറ്റേഴ്സ്. ഇവിടെ എന്തില്ല? ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടുന്ന ആവറേജ് ഡെറ്റേഴ്സ് നമുക്ക് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിട്ട് എടുക്കാം.
പിന്നെ ബിൽസ് റെസീവബിളുടെ കാര്യം ഇതിനകത്ത് പറയുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യുക. അപ്പോൾ 3 കാര്യങ്ങൾ അസ്യൂം ചെയ്തു. ഒന്ന്, സെയിൽസിന് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് എടുത്തു. ഡെറ്റേഴ്സ് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, BR ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഡെറ്റേഴ്സ് തന്നെ ആയിരിക്കും ക്ലോസിങ് ഡെറ്റേഴ്സ്. ഇവിടെ സ്റ്റോക്ക് അല്ല കേട്ടോ, അത് ഡെറ്റേഴ്സാണ്, ക്ലോസിങ് ഡെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അത് തന്നെയാണ് 3 lakh ആണെന്ന് വിചാരിച്ചെടുക്കുക. അപ്പോൾ 6 = 3 lakh ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ് ഓർ ക്ലോസിങ് ഡെറ്റേഴ്സ്, നോട്ട് സ്റ്റോക്ക് ഡെറ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ക്ലോസിങ് ഡെറ്റേഴ്സ് = അതിനെടുത്ത് പുറത്തേക്ക് ഇടാൻ നമ്മൾ 3 lakh ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്. 6 ഈക്വൽസ് അതിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണ്, ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. 3 lakh ഡിവൈഡഡ് ബൈ 6, അപ്പോൾ 50,000 നമുക്ക് എന്ത് കിട്ടി, ക്ലോസിങ് ഡെറ്റേഴ്സ് കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ക്ലോസിങ് ഡെറ്റേഴ്സാണ് കേട്ടോ, സ്റ്റോക്കല്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡെറ്റേഴ്സ് കിട്ടി 50,000. ഓക്കെ, അതൊരു സൈഡിൽ എഴുതി വെച്ചോ. ഇനി ക്രെഡിറ്റേഴ്സ് ഇതേപോലെയാണ് ക്രെഡിറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി പക്ഷേ നമുക്ക് ഡേയ്സിലാണ് തന്നിട്ടുള്ളത്, 73 days. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡേയ്സ് എടുക്കാം, 365 days ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അങ്ങനെയാണ് നമുക്ക് 73 days തന്നിട്ടുള്ളത്. അപ്പോൾ CTR, ദറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ = 365 days. ഈ 73 ഈക്വൽസ് അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. ദറ്റ് ഈസ് CTR നമുക്ക് 5 times കിട്ടി. CTR എന്താണ്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ എല്ലാം ഒരേ ടൈമിൽ അങ്ങനെ സ്പീഡിൽ കേട്ട് പോകരുത്. ഓരോ ഭാഗം സോൾവ് ചെയ്യുമ്പോൾ അത് കേട്ടതിന് ശേഷം പോസ് ചെയ്യുക, എന്നിട്ടത് മനസ്സിലാക്കി ബാക്ക് അടിച്ച് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ അത് വീണ്ടും അങ്ങനെ കേട്ടതിന് ശേഷം നോട്ടിലേക്ക് എഴുതിയിട്ട് അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുക, ഒന്നിച്ചെഴുതാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് essay ടൈപ്പിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ എല്ലാം മനസ്സിലായിക്കൊള്ളുന്നില്ല, സാവധാനം മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നമുക്കിവിടെ CTR 5 times കിട്ടി. CTRൻ്റെ ഇക്വേഷൻ എന്താണ്, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഓർ ക്ലോസിങ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ ആണ് അല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ബിൽസ് പേയബിൾ എടുക്കാത്തത്, അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷനും ഇല്ല, നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിൽസ് പേയബിൾ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം, ക്രെഡിറ്റേഴ്സ് ഓപ്പണിംഗ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഉള്ള ക്രെഡിറ്റേഴ്സ് ക്ലോസിങ് ക്രെഡിറ്റേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് പർച്ചേസസ് വേണം. പർച്ചേസസിന് നമ്മുടെ കയ്യിൽ പർച്ചേസ് റെഡി ആയിട്ടുണ്ടോ, ഇല്ല. പക്ഷേ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയാം, ക്ലോസിങ് സ്റ്റോക്ക് അറിയാം, CGS അറിയാം. ഇതിൽ നിന്ന് പർച്ചേസസ് കണ്ടുപിടിച്ചൂടെ. കിട്ടുന്ന പർച്ചേസസ് ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നാണ് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് അസ്യൂം ചെയ്യണം, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഇല്ല എന്ന് വിചാരിക്കണം, അതുപോലെ ബിൽസ് പേയബിൾ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പർച്ചേസസ് നമുക്ക് കണ്ടുപിടിക്കാം. പർച്ചേസസിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് CGSൽ നിന്ന് കാണാം. CGS = ഓപ്പൺ സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് എടുക്കാത്തത്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ പർച്ചേസസിനെ കണ്ടുപിടിക്കാം. പർച്ചേസസ് = CGS പ്ലസ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആവും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഉള്ളത് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഈ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്കായി, പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ മൈനസായി. അതാണ് ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത്. പർച്ചേസസ് = CGS പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൈന് മാറുകയാണ്. അപ്പോൾ നമുക്ക് CGS 2,40,000 അറിയാം, ക്ലോസിംഗ് സ്റ്റോക്ക് 42,500 ആണെന്നറിയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് 37,500 ആണെന്നറിയാം. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുമ്പോൾ 2,45,000 ഏത് കിട്ടി, പർച്ചേസസ് കിട്ടി. കിട്ടിയ പർച്ചേസസ് ക്രെഡിറ്റ് പർച്ചേസസ് ആണെന്ന് എടുക്കുക. CTR, ദാറ്റ് മീൻസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5 times ആണ്. 5 = കിട്ടിയ പർച്ചേസസ് 2,45,000 ആണ്. ഇപ്പോൾ 2,45,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇവിടെ നമ്മൾ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2,45,000 ഇവിടെ ഈ 5 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 5 ആവും, 49,000 ആൻസർ കിട്ടും. അപ്പോൾ 2,45,000 ഡിവൈഡഡ് ബൈ 5 = 49,000. ഇപ്പോൾ കിട്ടിയ സംഭവം ഈ ആവറേജ് ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സും കൂടെ കിട്ടി.
ഇവിടെ നോട്ട് നോട്ട് എഴുതി വയ്ക്കുക. പർച്ചേസസ് അസ്യൂംഡ് ആസ് ക്രെഡിറ്റ് പർച്ചേസസ് ആൻഡ് പിന്നെന്താ നമ്മൾ അസ്യൂം ചെയ്ത് ദർ ഈസ് നോ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ ഇല്ലയെന്ന് വിചാരിക്കുക, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഇല്ലയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. തന്ന ഇൻഫർമേഷനിൽ നമുക്ക് പറ്റുന്ന പോലെ ഓരോ ഐറ്റംസ് കണ്ടുവച്ച് നമ്മൾ ഒരു സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസും നമ്മൾ എടുക്കാം. ലയബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. നിങ്ങൾക്ക് 2 ഫോമിലും പുതിയ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമിലും എഴുതാം കേട്ടോ. പുതിയ ബാലൻസ് ഷീറ്റിൻ്റെ ഫോമിലും എഴുതാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ആ ഐറ്റത്തിൽ വരുന്ന ഒന്നാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമുക്കറിയാം 1,20,000 ആണ്. ആ 1,20,000 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിച്ചതാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് 1,20,000. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് ഇത് കേട്ടോ. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് ഇത്. 20,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു 49,000. ഇത്രയും ഐറ്റംസ് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ അറിയുള്ളൂ. ഇനി അസറ്റ് സൈഡ്. അസറ്റ് സൈഡിൽ നമുക്ക് ഫിക്സഡ് അസറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 75,000. സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കാണ് ബാലൻസ് ഷീറ്റിൽ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാൻ പാടില്ല. ക്ലോസിംഗ് സ്റ്റോക്കാണ് ബാലൻസ് ഷീറ്റിൽ എടുക്കുക. ക്ലോസിംഗ് ഡേറ്റിനുള്ള അസറ്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 42,500. ഡെറ്റേഴ്സ് 50,000. ഇത്രയും ഐറ്റംസാണ് നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ചെയ്യുമ്പോൾ അവിടെ 21,500 വ്യത്യാസം വരും. ബാലൻസ് ഷീറ്റിൽ 2 ടോട്ടലും സെയിം ആയിരിക്കണം. അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എന്തായിരിക്കണം, സെയിം ടോട്ടലായിരിക്കണം. അപ്പോൾ ലയബിലിറ്റി സൈഡ് നമുക്ക് 189 കിട്ടി. അസറ്റ് സൈഡിൽ നമുക്ക് 189 കിട്ടിയിട്ടില്ല, ഡിഫറൻസ് ഉണ്ട്. എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ട് നോക്കുക. 21,500 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ഡിഫറൻസ് അവിടെ എഴുതി ചേർക്കുക, എമൗണ്ടിൽ തന്നെ എഴുതി ചേർക്കുക. അപ്പോൾ 75 നമ്മൾ എഴുതി, സ്റ്റോക്ക് എഴുതി, ഡെറ്റേഴ്സ് എഴുതി, അതിന് താഴെ ഈ ഡിഫറൻസ് എമൗണ്ട് ഒന്ന് എഴുതി ചേർക്കുക. ഡിഫറൻസ് എമൗണ്ട് എഴുതി ചേർത്തിട്ട് അത് ക്യാഷ് ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യാം. മെയിനായിട്ട് ഏതൊരു ഫേമാണെങ്കിലും അവിടെ ക്യാഷ് ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ കറണ്ട് അസറ്റ് ടോട്ടലും അല്ല എഴുതിയിട്ടുള്ളത്, സെപ്പറേറ്റ് ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എമൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്യാഷ് ആണെന്ന് അസ്യൂം ചെയ്യുക. ക്യാഷ് എന്ന് എഴുതുക. ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ. പിന്നീട് നോക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ 21,500 വന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതുക. 1,89,000 നിന്ന്, അതായത് ടോട്ടൽ ലയബിലിറ്റി സൈഡിൽ നിന്ന് ഫിക്സഡ് അസറ്റും സ്റ്റോക്കും ഡെറ്റേഴ്സും ലെസ് ചെയ്യുമ്പോൾ 21,500 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഓരോ ഐറ്റംസും കിട്ടി, ബാലൻസ് ഉള്ളത് ക്യാഷ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ കുറേ അസംഷൻസ് ആണ്. അസംഷനിലൂടെ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞു, 1 ടൈം ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, സാവധാനം മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.